മത്തായി സുവിശേഷം 27-ാം അധ്യായം. ജീസസ് 66-ാമത്തെ വാക്യം. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു. കല്ലിന് മുദ്ര വെച്ചു. കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ആ വാക്യം വായിച്ചു തീർക്കാമോ? കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. കല്ലറ ഉറപ്പാക്കി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അകത്ത് കിടക്കുന്നവൻ പുനരുത്ഥാനമാണ്. ഒരാമയും പറയണം. അവനെ തടഞ്ഞു വച്ചിരിക്കുന്നത് ഒരു കൊച്ചു പാറക്കല്ല. അകത്ത് കിടക്കുന്നവൻ യുഗങ്ങളുടെ പാറയാ. അവന്റെ മേൽ വീണിക്കുന്ന മുദ്ര റോമന്റെ മുദ്രയാ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, റോമന്റെ പട്ടാളത്തിന്റെ കാവലിൽ ഒരു ഈച്ച പറക്കത്തിൽ അവരുടെ തലയ്ക്ക് മുകളിൽ കൂടെ. ശ്രദ്ധിച്ചു കേൾക്കണം. ആമീൻ. പീലാത്തോസിന്റെ പ്രത്യേക പട്ടാളം. പക്ഷെ ഇതെല്ലാം ഉള്ളപ്പം, ഇതെല്ലാം അറിയാവുന്നവരുടെ അകത്തൊരാഗ്രഹം യേശുവിനെ കാണണം. ഗ്ലോറി. ഞാനൊരു ദൂത് പറയാം. തടസ്സമല്ല വലുത്. അല്ല, തടസ്സമല്ല വലുത്, ആഗ്രഹമാ വലുത്. ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ ആരോടൊക്കെ പ്രവചിച്ചു പറയുക, ആഗ്രഹത്തോട് ഇന്ന് ആരാധനയ്ക്ക് വന്ന നിന്റെ മുമ്പിൽ നിന്ന് ഇതുവരെ നീ കാണാത്തൊരത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. Glory to God. ഞാൻ ഇച്ചരുടെ ഈ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടിട്ട് എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്ന ഒരു ദൂതൂടെ പറയാം. നിനക്ക് മുമ്പിരിക്കുന്ന പല മുദ്രകളും ഇന്നത്തെ പ്രാർത്ഥനയിൽ പൊട്ടണം. അതാ നിന്നിൽ വ്യാപരിക്കുന്ന പുനരുത്ഥാന ശക്തി. ഈ നമ്മൾ ബൈബിളിലെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് എടുക്കണം, എന്നാലേ നമുക്ക് അവിടെ എന്താ നടന്നേ എന്ന് പറയാനായിട്ട് പറ്റൂ. ക്രിസ്തുവിൻ്റെ കാൽവറി മരണം കൊണ്ട് നമുക്ക് ലഭിച്ച ഒത്തിരി വിജയങ്ങളുണ്ട്. ചില വിജയങ്ങൾ ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞായിരുന്നു. അതുമായി കണക്ട് ചെയ്ത് ചില കാര്യങ്ങളൂടെ പറയാൻ പോവാ. പക്ഷെ ഒരു കാര്യം എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് ഉറപ്പ് തരിക, യേശുവിനെ മരിച്ചവരിന്ന് ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവാ ഇപ്പം നമ്മുടെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാമയും പറയണം. തടസ്സങ്ങളുള്ളവരോട് ഞാൻ പ്രവചിച്ച് പറയുക, നിന്റെ തടസ്സങ്ങൾ മാറ്റാൻ ദൈവത്തിന് മിനിറ്റുകൾ മതി. നിനക്ക് ആഗ്രഹം ഉണ്ടാകണം, ജയിക്കാനുള്ള ആഗ്രഹം, വിടുവിക്കപ്പെടാനുള്ള ആഗ്രഹം, ഉയരാനുള്ള ആഗ്രഹം, ഞാൻ ചെല്ലോടൊക്കെ ചോദിക്കേ, ഈ പിള്ളേരെയൊക്കെ കാണുമ്പോൾ ചോദിക്കുക, ആരാകാൻ ആഗ്രഹം? ചെല്ലു പറയും, അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. പ്രത്യേകിച്ച് പിന്നെ ചില പിള്ളേരോട് ചോദിക്കും, മോനെ എന്നോ ആവിടാൻ ആഗ്രഹം. അന്നേരം അവർ പറയും, എഞ്ചിനീയർ ആകാൻ ആഗ്രഹം. ഞാൻ KPS ഹാളിൽ യോഗത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പം ഒരപ്പനും മോനും കൂടെ എൻ്റെ അടുക്ക വന്നു. അപ്പം മോനോട് ചോദിച്ചു, ആരാകാൻ ആഗ്രഹം? അന്നേരം അവൻ പറയുക, ഡോക്ടർ ആകാൻ ആഗ്രഹം. അപ്പം എന്നോട് പറയുക, 8ൽ 3 പൊട്ടിയച്ച് നിൽക്കുക ഇവൻ. ഞാൻ പറഞ്ഞാൽ അത് പേടിക്കണ്ട, അവന് ആഗ്രഹമുണ്ടല്ലോ. 8ാം ക്ലാസ്സിൽ 3 വട്ടം തോറ്റേച്ച് അവനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാ. അവനോട് ഞാൻ ചോദിച്ചതാ എന്തോ ആകാനാകും. പറഞ്ഞ് എന്തോ ആകണം. ഞാൻ അപ്പനെ വിലക്കി വെച്ച് പറഞ്ഞു, അവൻ തോറ്റത് കൂട്ടണ്ട, ആഗ്രഹം ഉണ്ടല്ലോ. ഞാൻ അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, അവനെ പറഞ്ഞു വിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം അവന് മെഡിസിനുള്ള ആപ്ലിക്കേഷനുമായിട്ട് അവൻ്റെ അപ്പൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു. അന്നേരവും പ്രാർത്ഥിച്ചു വിട്ടു. അത് കഴിഞ്ഞവൻ ഡോക്ടറായിട്ട് എൻ്റെ അടുക്കൽ വന്നു. അന്നേരവും പ്രാർത്ഥിച്ചു വിട്ടു. അവൻ കല്യാണക്കുറിയും കൊണ്ട് ഞാനൊരു ദൂത് പറയാം, ആഗ്രഹമാ വലുത്. 20ാം സങ്കീർത്തനം പറയാം, നിന്റെ ഹൃദയത്തിലെ.
ഞങ്ങൾ കഴിഞ്ഞ ദിവസം മോർണിംഗ് മെസ്സേജ് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ 20-ാം സങ്കീർത്തനം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരാമെന്ന വചനം ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ആ വാക്യം വായിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മതലങ്ങളൊരു കാഴ്ച കണ്ടു. ആഗ്രഹങ്ങൾ പലതും സാധിക്കാൻ പോവാന്ന്. അടുത്തിരിക്കുന്ന ഒന്ന് കൈ കൊടുത്ത് പറ, നിന്റെ ആഗ്രഹം സാധിക്കാൻ പോവാന്ന് പറ. പിന്നെ ചുമ്മാതെ അടുത്തിരിക്കുന്നവിടെ ഒരു ലോഹ്യം ചോദിച്ചേ, വല്ല ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചേ. ചെല്ലോട് നമ്മൾ ചോദിക്കുക, വല്ല ആഗ്രഹമുണ്ടോ? ഓ, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകണം എന്നല്ലാതെ എന്നെ ആഗ്രഹം അങ്ങനല്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകണം. നിങ്ങളുടെ ആഗ്രഹം അടുത്തിരിക്കുന്ന ആളോട് പറയണ്ട, ദൈവത്തോട് മാത്രം പറഞ്ഞാൽ മതി. ഒരു ചോദ്യം, ഇന്ന് വരെ ഒരു ആഗ്രഹം ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാവൂ. കർത്താവേ, എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, അതെനിക്ക് സാധിപ്പിച്ചു തരണേ. 20-ാം സങ്കീർത്തനം ഹൃദയത്തിലെ ആഗ്രഹം. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരിക്കൽ ഓസ്ട്രേലിയയിൽ ഞാൻ ദൈവവചനം പ്രസംഗിക്കാൻ പോയി. എന്നെ ഒരു ചർച്ച അവരുടെ മീറ്റിങ്ങിന് കൊണ്ടുപോയാ. അപ്പം അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പം എൻ്റെ ബ്ലഡ് റിലേഷനിൽ ആരും ഓസ്ട്രേലിയയിൽ ഇല്ല. വേറെ പല രാജ്യങ്ങളിൽ പലരുണ്ട്. അപ്പം ഞാനവിടെ പ്രസംഗിക്കാനായിട്ട് ചെന്നപ്പം ഞാൻ എൻ്റെ ഐപാഡും കൊണ്ട് അവിടെ പോയെ. ഭയങ്കര സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ് ഓസ്ട്രേലിയ, പോയിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അവിടുത്തെ ഒത്തിരി പിക്ചറുകൾ എടുത്തു. രാവിലെ നടക്കാനൊക്കെ പോകും. നടന്നേച്ച് പോകുന്നൊരു മരത്തിൻ്റെ ചോട്ടിൽ ചെന്ന് നിൽക്കും. എന്നും അങ്ങനെ ഒരു റൗണ്ട് അടിച്ചു മരത്തിൻ്റെ ചോട്ട് നിൽക്കും. ആ മരത്തിൻ്റെ ചോട്ടിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച, കർത്താവേ, ഈ രാജ്യം ഭയങ്കര നല്ലതാണല്ലോ, എൻ്റെ പിള്ളേരിൽ ആരെയും ഒരാളെയും ഈ രാജ്യത്തൊന്ന് പഠിക്കാൻ കൊണ്ടുവരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒന്നേ ചോദിച്ചുള്ളൂ, 2 പിള്ളേരും ആ രാജ്യത്ത് പഠിച്ചു. ഞങ്ങളെല്ലാം കൂടെ ചെന്ന് അന്ന് ഞങ്ങൾ താമസിച്ച വീട്ടിൽ പോയി, ഞാൻ പോയി നിന്ന് മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പറഞ്ഞ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ ലിനിയും പിള്ളേരെയെല്ലാം കൊണ്ടു നിർത്തിച്ച് പറഞ്ഞു, ഇവിടെ നിന്ന് ആഗ്രഹിച്ചതാ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവിൽ പ്രവചിക്കാം, തടസ്സമല്ല വലുത്, ആഗ്രഹമാ വലുത്. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ നിറവേറാതെ കിടക്കുന്ന പല ആഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ നിറവേറാൻ പോവുക. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവം കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് പ്രവചിക്കണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൈവെക്കുമ്പോൾ രോഗി സൗഖ്യമാകണം. ഇതെല്ലാം ആഗ്രഹങ്ങളാണ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിരാശ നിന്നെ കയറി ബന്ധിക്കാൻ വരുമ്പോൾ ആഗ്രഹം നിന്റെ അകത്ത് തലവെക്കണം. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, നിങ്ങളുടെ ഉള്ളിൽ യേശുവും നിങ്ങളുടെ ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാനിപ്പോൾ ഓർക്കുക, കുറെ വർഷം മുമ്പ് ഹൈ റേഞ്ചിലോട്ട് ആകെ 1.5 ലക്ഷം രൂപയുടെ ഒരു മാരുതി കാറും, സ്തോത്രം, വളരെ കുറച്ച് പൈസയും കൈക്കൊമ്പിളി പിടിച്ചോണ്ട് ഞാൻ ലിനിയും കൂടെ മല കയറുമ്പം, സ്തോത്രം, 1 രൂപയുടെയും 2 രൂപയുടെയും കോയിൻ ലിനി കൈ പിടിക്കും. ജീസസ്, ഞങ്ങൾ രണ്ടും 2 സൈഡിലോട്ട് തേയിലത്തോട്ടത്തിൽ വലിച്ചെറിയും. ഇവിടെ ചർച്ച് ഉണ്ടാകട്ടെ, ഇവിടെ ഹോൾ ഉണ്ടാകട്ടെ. അങ്ങനെയാണ് 10-40 ചർച്ച ആമി ഹൈ റേഞ്ചിൽ ഉണ്ടായത്. ആ കോയിൻ എറിഞ്ഞിടത്തെല്ലാം നമ്മൾ സ്ഥലം വാങ്ങിച്ചു, അവിടെ എല്ലാം നമ്മൾ സഭ പണിതു, അവിടെ എല്ലാം ഈ ഞായറാഴ്ച യോഗമുണ്ട്. വിശ്വാസമുണ്ട്? ആമീൻ പറ. ഞാൻ വിശ്വസിക്കുന്ന ഒരു റിവൈവൽ ഉടനെ ഉണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരാഗ്രഹം നിന്റെ അകത്തുണ്ടാകട്ടെ, നീ ആഗ്രഹിച്ച പോലെ. നമ്മൾ ആ ഭാഗത്തോട്ട് നമ്മുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാം. സ്തോത്രം. അല്പം കൂടെ ദൂതിലോട്ട് പോയി നമ്മൾ പ്രാർത്ഥനയിൽ കയറാൻ പോവാം. എന്നോട് ഹോളി സ്പിരിറ്റ് പറഞ്ഞു, ചില ആഗ്രഹങ്ങൾ ഉടനെ നടക്കും. അടുത്തിരിക്കുന്ന ആൾ തൊട്ടച്ചറ, നിന്റെ ആഗ്രഹം ഉടനെ നടക്കുമെന്ന് പറ.